ഹായ് ഹലോ. അതെ, ജസ്റ്റിന് തലയിൽ തട്ടമിട്ടു എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് കിടന്നിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വെപ്രാളപ്പെടുന്നു. എന്നാത്തിനാ കുഞ്ഞുങ്ങളെ നിങ്ങളിങ്ങനെ വെപ്രാളപ്പെടുന്നത്? ജസ്റ്റിന് തട്ടമിടണേ തട്ടമിടുകയും ചെയ്യും, പൊട്ടുകുത്തണേ പൊട്ടുകുത്തുകയും ചെയ്യും. ജസ്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടായിരുന്നോ? കേട്ട് കാണില്ല. കേൾക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വിഷയം വന്നത്. അതായത് ജസ്യക്ക് മതമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മതമില്ലാത്ത ആളെന്തിന് പൊട്ടുകുത്തണം തട്ടമിടണം എന്നുള്ള ചോദ്യം ദോ വരും. ചോദ്യമായിട്ടല്ല, കമൻ്റ് രൂപത്തിൽ. അപ്പം ലവന്മാരോടായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എനിക്ക് മതം ഇല്ല എന്ന് പറയാൻ കാരണം ഒരു മതത്തിൻ്റെ കീഴിലും അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വഹിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു മതത്തിൻ്റെ കീഴിലും, അത് ഇസ്ലാം മതമായി, ഹിന്ദു മതമായി, ക്രിസ്ത്യൻ മതമായി, ഞാൻ പറഞ്ഞിരിക്കുന്നത് 3 മതത്തെയും ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പം മതമില്ല എന്ന് പറയാനുള്ള വ്യക്തമായിട്ടുള്ള കാരണം അതാണ്. എന്നുവെച്ചാൽ എനിക്ക് ഇസ്ലാം മതത്തെ ഉൾക്കൊള്ളാൻ പറ്റും, ഹിന്ദു മതത്തെ ഉൾക്കൊള്ളാൻ പറ്റും, ക്രിസ്ത്യൻ മതത്തെ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് വെച്ചിട്ട് ഒരു മതത്തിൽ മാത്രം ഒതുങ്ങി ആ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ മാത്രം കൊണ്ടുപോയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തട്ടമിടണം എന്ന് തോന്നിയാൽ ഞാൻ തട്ടമിടും, എനിക്ക് പൊട്ടുകുത്തണമെന്ന് തോന്നിയാൽ ഞാൻ പൊട്ടുകുത്തും, ഇനി കുരിശ് വരയ്ക്കണമെന്നാണ് തോന്നുന്നതെങ്കിൽ അതും ചെയ്യും. കാരണം എന്താണെന്നറിയോ? അറിയോ നിങ്ങൾക്ക്? കാരണമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളല്ല എനിക്ക് ചെലവിന് തരുന്നത്, അത് തന്നെയാണ് കാരണം. ഞാനേ സ്വന്തമായിട്ട് നയിച്ചിട്ട് ദോ ഇദ്ദേഹത്തെ വരച്ച് അതിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ദൈവങ്ങളെ പേടിച്ചാൽ പോരെ? നിങ്ങളെയും കൂടി പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പടച്ചോനെ പേടിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ സാക്ഷാൽ ശ്രീകൃഷ്ണനെ പേടിക്കുന്നുണ്ടോ? ഉണ്ട്. യേശുവിനെ പേടിക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളെ പേടിക്കുന്നുണ്ടോ? ഇല്ല, പേടിക്കുന്നേ ഇല്ല. പേടിക്കാത്തിടത്തോളം കാലം ഞാൻ തട്ടമിടുകയും ചെയ്യും, പൊട്ടുകുത്തുകയും ചെയ്യും, കുരിശ് വരയ്ക്കുകയും ചെയ്യും. അതോർത്തിട്ട് നിങ്ങൾ വെറുതെ വേവലാതിപ്പെടണ്ട. എന്തിനാണ് നിങ്ങൾ അതോർത്ത് പ്രഷറും ഷുഗറൊക്കെ കൂട്ടുന്നത്? പ്രായം എമ്മിണിയായില്ലേ? പിന്നെ ലീലാമണി, ഏയ് ലീലാമണി, ലീലാമണി ഇവിടെ ഇവിടെ ഇവിടെ. അതെ ലീലാമണി, നീ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ? ഞാൻ കണ്ണനെ വെച്ചിട്ട് കണ്ണൻ്റെ ഫോട്ടോ ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ, എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞപ്പോൾ ലീലാമണി അത് ട്രോളിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നോ? ലീലാമണി, എനിക്കത് ഉപകാരത്തിലേക്കേ വന്നിട്ടുള്ളൂ. ലീലാമണി വിചാരിച്ചോ എല്ലാവരും ലീലാമണീൻ്റെ വലത് കൈയാണെന്ന്? കാരണം മുസ്ലിംസിന് വലതാണേ. ഇത് പറയാൻ കാരണം മറ്റൊന്നുമില്ല. ഒരുത്തൻ കിടന്നിട്ട് ഞാനൊരു പ്രമോഷൻ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ട്രോളിക്കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ആക്കിയിട്ടൊരു വീഡിയോ ചെയ്ത് അവൻ്റെ വിചാരം ഇത് കണ്ടുങ്ങാൻ ആരും എന്നെ സഹായിക്കൂല എന്ന്. അത് ഒരു ദിവസം കൊണ്ട് ഞാൻ ഡിലീറ്റും ചെയ്തു. കാരണം എനിക്ക് എന്തായിരുന്നു ആവശ്യം, ആ ആവശ്യത്തിനുള്ള തുക എനിക്ക് ഈ ഫോട്ടോക്ക് ഓർഡറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് ഇന്നും ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ലീലാമണി കാണണേ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്. ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്. എൻ്റെ കർത്താവേ ആർക്കും വരയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. കാരണം അവിടുന്ന് പോരണം എന്നുണ്ടേ നമ്മളൊരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ദൈവം വിചാരിക്കണം, ഡോക്ടർ വിചാരിക്കണം. മതമില്ലാത്ത എനിക്ക് ഇവിടെ ദൈവം എന്ന് ചോദിക്കണ്ട. ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്നു. ഒരു മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കാനല്ല, 3 മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മുസ്ലിം മതസ്ഥയാണെന്നുള്ള രീതിയിലും അറിയപ്പെടുന്നില്ല, ഞാൻ ഒരു ഹിന്ദു മതസ്ഥയാണെന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മതസ്ഥയാണെന്നുള്ള രീതിയിലും അറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ഒരു ദിവസം മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത് വെച്ചാൽ ഒരു ദിവസം ഹിന്ദു ആയിട്ട്, അടുത്ത ദിവസം ക്രിസ്ത്യനായിട്ട്,
അങ്ങനെ അതാണ് നല്ലത്. നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റണം. നമ്മളോട് ഇവരാരും ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, മുസ്ലിം മതസ്ഥർ തീവ്രവാദികളാണെന്ന്. ചുമ്മാതാ. അത് ഞാൻ അത്രമേൽ എനിക്ക് എനിമികൾ ഈ മുസ്ലിം മതസ്ഥരാട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ അവർക്ക് അനുഭവങ്ങൾ പോലും ഉണ്ടാവില്ല. മുസ്ലിം മതസ്ഥരെന്തോ ചെയ്തോ? ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് പറയും. എന്നാലും അവർ പറയും അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. അതേപോലെ തന്നെ ഹിന്ദു മതസ്ഥരിലും പറയും അവർ ഇങ്ങനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. നിങ്ങൾക്ക് എന്താ അനുഭവം ഉണ്ടോ? ഇല്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എല്ലാവരും ഈ പറഞ്ഞു കേൾക്കുന്നേ ഉള്ളൂ. അവനവൻ്റെ നേർക്ക് അനുഭവം വന്നിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ചാൽ പോരെ. എന്തിനാണ് വെറുതെ മറ്റൊരു മതത്തെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ വർഗീയത ഉണ്ടാക്കുന്നത്? അതിൻ്റെ ആവശ്യമല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും മതത്തിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ആ മതം ഇങ്ങനെ മോശമാണ്, അല്ലെ ആ മതത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് പറയുന്നത് എന്നെങ്കിലും പറയാം നിങ്ങൾക്ക്. ഇതങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇന്ന മതക്കാർ തീവ്രവാദികളാണ്, ഇന്ന മതക്കാർ തീവ്രവാദികളാണെന്നൊക്കെ പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നോ അപ്പം നമ്മൾ പറഞ്ഞാൽ മതി. ഞാൻ തന്നെ ഈ തട്ടം ഉപേക്ഷിക്കുന്നു എന്ന് പറയാനുള്ളതിന് കാരണമുണ്ടായിരുന്നു. ഈ തട്ടത്തിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ എന്നെ ക്രൂശിച്ചിട്ടുണ്ട്. ക്രൂശിച്ച് ഞങ്ങളുടെ ജീവൻ തന്നെ പോവും എന്നുള്ള നിലയിലായിരുന്നപ്പം ഞാൻ തട്ടം ഉപേക്ഷിച്ചു. തട്ടം ഉപേക്ഷിച്ചപ്പം എന്താ പറയുക, നമ്മൾ വിശാലമായിട്ട് ഒരു കിളിയെ കൂട്ടിലിട്ട കിളിയേക്ക് ഒരു കൂട് തുറന്നു കൊടുത്ത പോലെയായി. സുഖസുന്ദരമായിട്ട് പറക്കാൻ പറ്റുന്നുണ്ട്. ആ പറക്കലിൽ കിളി, നിങ്ങൾക്കറിയാം, ഒരു കിളിയെ കൂട്ടിലിട്ടാൽ ആ കൂടിൻ്റെ ചുറ്റുപാടും മാത്രമേ കിളി കാണുന്നുള്ളൂ. പക്ഷെ കിളിനെ തുറന്നു വിട്ടാൽ ആ ലോകം ഒന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെയാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം എനിക്ക് എല്ലാ മതത്തെയും ഉൾക്കൊള്ളാനും പറ്റുന്നുണ്ട്, എല്ലാ മതത്തിൻ്റെ വിശ്വാസപ്രകാരം ജീവിക്കാനും പറ്റുന്നുണ്ട്. എനിക്ക് നിങ്ങളോടതാ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ചെയ്താൽ കേട്ടോ, എനിക്ക് നിങ്ങളോടതാ പറയാനുള്ളത്. ഒരു മതത്തെ മാത്രം നിന്നിട്ട് മറ്റൊരു മതത്തെ കുറ്റം പറയുന്നതിനെക്കാട്ടിലും ആ മതത്തെയും കൂടെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. എന്നാൽ പിന്നെ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാം. അത്ര മതങ്ങളും ചെയ്ത് നോക്കി. നിങ്ങളിങ്ങനെ നായികക്ക് 140 പ്രാവശ്യവും ഇങ്ങനെ മറ്റൊരു മതത്തെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിന് ഇങ്ങനെ ചാളി വാരി എറിയുക. അതിനെക്കാട്ടും നല്ലത് ആ മതത്തിലുള്ള ആൾക്കാരെയും ആ മതത്തിൻ്റെ വിശ്വാസത്തെയും നമുക്കും കൂടി അംഗീകരിക്കാൻ പറ്റിയാൽ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ പറ്റൂലേ. എനിക്കിപ്പം ഉള്ളത് പറയുന്നതിന് എന്താ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ കുറച്ച് ലീലാമളികൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ എന്താന്ന് ചിന്തിക്കുന്നതെന്നറിയോ? ഇതിനു മുമ്പ് ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മൈജി ഷാജിക്കായേക്ക 1 കോടി 1.5 കോടിയൊക്കെ കൊടുത്തിട്ട് ഈ മഞ്ജു വാര്യരെയും മോഹൻലാലിനെയൊക്കെ പരസ്യത്തിന് നിർത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് 1.5 കോടി പോയിട്ട് 1 ലക്ഷം റുപ്യ പോലും ഈ പരസ്യത്തിന് വേണ്ടിയിട്ട് മുടക്കാൻ നമ്മുടെ കൈവശല്യേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതേപോലുള്ള ലീലാമണികളെ ഒന്ന് പീരി കയറ്റി വിട്ടാൽ മതി. ആവശ്യത്തിലധികം പബ്ലിസിറ്റി കിട്ടും. നമ്മുടെ പ്രൊമോഷൻ വീഡിയോ അവരങ്ങ് ചെയ്ത് തന്നേക്കും. ആ ഒരു കാരണത്താൽ ജിസ്നി ആരാണെന്ന് അറിയാൻ, ഓളെന്താ പറഞ്ഞതെന്നറിയാൻ ഒക്കെ അവന്മാർ എൻ്റെ ചാനലിൽ കയറി നോക്കും. എല്ലാവരും ഈ ലീലാമണീൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ചാനലിലും ഒന്ന് വന്ന് നോക്കും. അപ്പം എന്തായി നമുക്കും ഒരു ബെനിഫിറ്റ് അവിടെ ഉണ്ടായി. അപ്പോൾ ഈ ലീലാമണികളൊക്കെ എനിക്കൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ട് ലീലാമണി ഒന്നും ഏൽക്കുന്നില്ല. ലീലാമണി, ആ ലീലാമണീൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ലീലാമണീനെ 4 ആളോട് കാണണ്ടേ. അപ്പം അങ്ങനെയാണ്. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, ജസ്റ്റിനെ തട്ടമിട്ടോ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നവരോട് ഒന്ന് മാറി നിന്ന് തുള്ളുക. കാരണം എന്താണെന്നറിയോ, ഭയങ്കര ചൂടാ, കാറ്റും കൂടി കയറണേ, ഇല്ലേ ശ്വാസം മുട്ടി ചത്തൂന്നേ. അത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പം എല്ലാവരോടും എൻ്റെയും കണ്ണൻ്റെയും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജിസ്ന സലീം. ടാറ്റാ.